ഫിൻലാൻഡിലേക്ക് ഇപ്പോൾ ഒരുപാട് ജോബ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് ജോബ് ഓഫേഴ്സ് ഇപ്പോൾ ഫിൻലാൻഡ് ഗവൺമെൻറ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് നമുക്ക് യാതൊരു ക്യാഷ് മുടക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ വല്ല എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷൻസോ അങ്ങനെയൊന്നും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. IELTS, TOEFL, OET, PT ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് വേണ്ട. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് 100% യൂസ്ഫുൾ ആവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുക. കാരണം ഞാൻ അത്രയും വലിയ ഉറപ്പാണ് തരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ഫിൻലാൻഡ് അറിയപ്പെടുന്നതിനെ ലോകത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ രാജ്യം, വേൾഡ്സ് ഹാപ്പിയസ്റ്റ് കൺട്രി ലിസ്റ്റിൽ 1ാം സ്ഥാനം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഒരു രാജ്യത്തേക്ക് നമുക്കൊരു ജോലിക്കായിട്ട് പോയാലോ? എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ലാഗ് അടുപ്പിക്കണില്ല. അടുത്തത് നേരെ ഇൻട്രോ, അത് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ റെക്കോർഡാണ് കാണിച്ചു തരാൻ പോണത്. സോ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതുവഴി കയറുക. ആ ഒരു ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാവും എത്തുണ്ടാവുക. അതായത് സ്ട്രോബെറി പിക്കിംഗ് ജോബ് സമ്മർ 2025 എന്നുള്ളത്. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ അതിൽ കയറുക. ഓക്കെ, അത് ഫിനിഷിലും എഴുതിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളത്. ദെൻ നമുക്കിവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സീസണൽ സ്ട്രോബെറി പിക്കിംഗ് ആൻഡ് പാക്കിംഗ് ജോബ്സ് ഇൻ ഫിൻലാൻഡ് സമ്മർ 2025. ഇതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഇപ്പോൾ ഫിൻലാൻഡിലേക്ക് 580 സീസണൽ വർക്കേഴ്സിനെയാണ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനത്തെ ജോബുകളാണ്? ഇപ്പോൾ സ്ട്രോബെറി പിക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ബെറി ഹാർവെസ്റ്റിങ്. ഈ ഒരു ഹാർവെസ്റ്റിംഗ് പറഞ്ഞാൽ എന്താണ്? വിളവെടുപ്പ് എന്നൊക്കെയാണ് പറയാറ്. പിന്നെ പാക്കിംഗ് ജോബ്സുകൾ, അതായത് അവിടുത്തെ ഫാമുകളിലൊക്കെ പാക്കിംഗ് ജോബ്സുകളും ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു റെസിഡൻസ് അല്ലെങ്കിൽ നമുക്കൊരു സീസണൽ വർക്കറായിട്ട് അവിടെ പോയിട്ട് ജോബ് ചെയ്യണം എന്നുണ്ടെങ്കിലും അവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ ഒരു വർക്ക് പെർമിറ്റും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. സ്ട്രോബെറി പിക്കിംഗ് ആൻഡ് പാക്കിംഗ് വർക്കർ ടൈപ്പ് സീസണൽ ജോബുകളാണ്, ടെമ്പററി ജോബുകളായിട്ടാണ് വരിക സീസണൽ ജോബുകളൊക്കെ. ലൊക്കേഷൻ ഫിൻലാൻഡിലുള്ള വാരിയസ് ഫാംസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ജോബുകളൊക്കെ. എപ്പോഴാണ് എന്നുള്ളത്, അതായത് മെയ് ടു ഒക്ടോബർ 2025 വരെ കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവാറ്. ബിക്കോസ് സീസണൽ ജോബുകളൊക്കെ സാധാരണ ഒരു 6 മന്ത്സിനാണ് ഉണ്ടാവാറ്. സോ പിന്നെ 580 ഓപ്പൺ പൊസിഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിത് എന്നുള്ളത്, നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളത് നോക്കി നോക്കാം. പിക്കിംഗ് സ്ട്രോബെറീസ് ആൻഡ് അതർ ബെറീസ്, സ്ട്രോബെറി അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ബെറീസ് ഒക്കെ പിക്ക് ചെയ്യണതും. അതുപോലെ തന്നെ പിന്നെ സോർട്ടിങ് ആൻഡ് പാക്കിംഗ് ദ ബെറീസ് ഫോർ ഷിപ്മെൻറ്റ് ഫോർ സെയിൽ. അതായത് നമ്മൾ ആ പറിച്ചെടുത്ത ബെറീസും സ്ട്രോബെറീസും ഒക്കെ സോർട്ട് ചെയ്യുക, തരം തിരിച്ച് വെക്കുന്നതും. പിന്നെ പാക്കിംഗ് ജോബുകളൊക്കെ, അതായത് ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ട് സെയിലിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുക. വർക്കിംഗ് ഔട്ട്ഡോർസ് ഇൻ നാച്ചുറൽ ഫ്രഷ് എയർ. ഓക്കെ, നമുക്ക് ഔട്ട്ഡോർ വർക്ക്സ് ആണ് വരുന്നത്. ഇനി ഹൂ ക്യാൻ അപ്ലൈ, ആർക്കൊക്കെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. എവറിവൺ ഈസ് വെൽക്കം, വി ആർ ലുക്കിംഗ് ഫോർ. എല്ലാവർക്കും നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഔട്ട്ഡോർ വർക്കുകൾ എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിൻലാൻഡിക്ക് ഒരു സീസണൽ വർക്കറായിട്ട്, ഒരു സമ്മർക്ക് ഒരു സീസണൽ വർക്കറായി നോക്കണ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും നീടണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർ ട്രെയിൻ ചെയ്തെടുക്കും. ഓക്കെ, വി വിൽ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അത് വേണം. പിന്നെ ബേസിക് ഇംഗ്ലീഷ് സ്കിൽസ് കമ്മ്യൂണിക്കേറ്റ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് അവിടെ സംസാരിക്കാൻ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷെങ്കിലും വേണം. ഇംഗ്ലീഷ് മതി, അല്ലാതെ ഫിനിഷൊന്നും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. സോ അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഐ മീൻ അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നുമല്ല. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ജോബ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണീച്ച് നിൽക്കാനും അല്ലെങ്കിൽ ഇരിക്കാനും നടക്കാനൊക്കെ പറ്റുന്ന ജോബുകളാണ്. സോ അതിനൊക്കെ ഒരു ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. സോ അത് വലിയൊരു ടാസ്ക് ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇഫ് യു ആർ നോട്ട് ഫ്രം EU ഡോണ്ട് വറി, എംപ്ലോയർ വിൽ ഹെൽപ്പ് വിത്ത് യുവർ വർക്ക് പെർമിറ്റ്. നമ്മളിപ്പോൾ ഒരു EU കൺട്രീസിലത്തെ ഒരാളല്ലാത്തതുകൊണ്ട് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ വർക്ക് പെർമിറ്റ് റെഡിയാക്കാൻ ഈ ഒരു എംപ്ലോയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൈ വർക്ക് ഇൻ ഫിൻലാൻഡ്, ഇനി എന്തുകൊണ്ടാണ് ഫിൻലാൻഡ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ഈ ഒരു ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേൾഡ്സ് ഹാപ്പിയസ്റ്റ് കൺട്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സാലറീസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഫിൻലാൻഡ് നല്ല പേ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഓവർ ടൈം നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല പേ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട്
അങ്ങനെ നല്ല രീതിയിലുള്ളൊരു സാലറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അക്കോമഡേഷൻ സപ്പോർട്ടും ഇവർ തരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മളുടെ അവിടെ താമസത്തിനുള്ള കാര്യങ്ങളൊക്കെ, അതായത് എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ഹൗസിംഗ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്, അതാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം. ഓക്കെ, ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ അപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യണം കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. നിങ്ങൾ വേഗം ഫില്ലപ്പ് ചെയ്യുക. ബിക്കോസ് ഇത് ഒരുപാട് ഡിലേ ആക്കാനോ അങ്ങനെ വേക്കൻസികൾ കഴിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ വർക്ക് മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒക്ടോബർ വരെയാണ് കേട്ടോ ഇവിടെ ജോബ് ഉണ്ടായിരിക്കുക. വൈ ചൂസസ്. പിന്നെ നമുക്ക് നോക്കി നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈറ്റ് വഴി അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി വഴി നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ഫെയർ വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ഇവരും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് എനി ടൈം നമുക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഡൗട്ട്സൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് താഴത്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്ലൈ ഹിയർ സീസണൽ സ്ട്രോബെറി പിക്കിംഗ് ജോബ് സമ്മർ 2025. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം നിങ്ങൾ അടിച്ചു കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. പിന്നെ ചോദിക്കുന്നുണ്ട് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ്. നമ്മൾ എങ്ങനെയാണ് ഇത് അറിയപ്പെട്ടത്? സോഷ്യൽ മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, ഫ്രണ്ട് ഓർ കൊളീഗ്, സോഷ്യൽ മീഡിയ കൊടുക്കുക. പിന്നെ ചൂസ് യുവർ ഇൻട്രസ്റ്റ്, അതായത് ഇവിടെ ഒരുപാട് ജോബുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതാണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റും. സ്ട്രോബെറി പിക്കിങ്, ബെറി സോർട്ടിംഗ് ആൻഡ് പാക്കിങ്, പ്രോസസ്സിംഗ് ആൻഡ് ജാം മേക്കിംഗ്, ബ്ലൂബെറി പിക്കിങ്, ഫീൽഡ് മെയിൻ്റനൻസ്, വൈൽഡ് ബെറി പിക്കിങ്, റാസ്ബെറി പിക്കിങ്, ബെറി ഫാം സൂപ്പർവൈസർ, മെഷീൻ ഓപ്പറേറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്ട്രോബെറി പിക്കിംഗ് എന്നുള്ളതിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിക്കേണ്ടത് ഹാവ് യു ഡൺ ബെറി പിക്കിംഗ് ജോബ് ബിഫോർ. നിങ്ങൾ ഇങ്ങനത്തെ ജോബ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സാരല്ല, യെസ് കൊടുക്കുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജെൻഡർ, ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് കൊടുക്കുക. കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ്, ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ്, അതും ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്, നോട്ട് ഗുഡ്, ബേസിക്, ഗുഡ്, എക്സലൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് ബേസിക്കയിൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾ അതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഗുഡ്, എക്സലൻറ്റ് എന്നുള്ളതുണ്ട്. എക്സലൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ സ്കിൽസിനനുസരിച്ച് കൊടുക്കുക. ഏജ്, ഇവിടെ കുറച്ച് കാറ്റഗറീസ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ഏജ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഫാമിംഗ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളൊരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ എങ്കിലും നിങ്ങൾ കൊടുക്കുക. കാരണം എക്സ്പീരിയൻസ് കാണിക്കുന്നത് നല്ലതാണ്. പിന്നെ other സ്കിൽസ്, അതായത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിന് കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ChatGPTയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡു യു ഹാവ് ഫിനിഷ് റെസിഡൻസ് പെർമിറ്റ്. ഫിനിഷ് റെസിഡൻസ് പെർമിറ്റ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ്. യെസ്, നമുക്ക് വർക്ക് പെർമിറ്റ് വേണം. ഡു യു നീഡ് അക്കോമഡേഷൻ. യെസ്, നമുക്ക് അക്കോമഡേഷനും വേണം. പിന്നെ ചോദിക്കുന്നുണ്ട് ചൂസ് വർക്കിംഗ് മന്ത്സ് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. മെയ്, ജൂൺ, ജൂലൈ, അല്ലെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവണമെന്ന് കൊടുക്കുക. ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ്. ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. ക്യാൻ യു ഓപ്പറേറ്റ് ഫാം മെഷീനറി ഓർ എക്യുപ്മെൻറ്റ്സ്. യെസ് കൊടുക്കുക. കാരണം നമുക്കറിയില്ല കാരണം എന്തൊക്കെ മെഷീനറീസാണ് അവിടെ വരുന്നത് എന്നുള്ളത്. കാരണം ഇവിടെ തന്നെ പല ജോബുകൾ ഇവർ പറയുന്നുണ്ട്. സോ നോ കൊടുക്കണ്ട, യെസ് കൊടുക്കുക. പിന്നെ അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ച് കുറച്ച് ലൈൻസ് ആയിട്ട് ഒരു 2-3-4 ലൈൻസ് ആയിട്ട് നിങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ഒരു അബൌട്ട് യുവർ സെൽഫ് എന്ന് വായിക്കുമ്പോൾ അവർക്ക് ഒരു 2-3 ലൈൻസിൽ മതി. നിങ്ങൾ എന്താണെന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക്. സോ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിയിലുള്ള ഫസ്റ്റ് 2-3 ലൈൻസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഈ ഒരു നമ്മളുടെ CV അതുപോലെ തന്നെ നമ്മളുടെ കവർ ലെറ്റർ ഇമെയിൽ ചെയ്യാണ് വേണ്ടത്. അതായത് summer jobs 2025@europeobserver.net എന്നുള്ള ഇതിൽ. ഓക്കെ, ഇനി നമുക്കിവിടെ കാണാൻ പറ്റും
ഐ ആം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ നൗ, അത് ജസ്റ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ വേറെ ഉള്ളത് ഐ വിൽ സെൻഡ് ഇമെയിൽ ലേറ്റർ, ഐ ഡു നോട്ട് ഹാവ് എ CV. ഇതൊക്കെ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ ഇതിന് ട്രൈ ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ഒരു യൂറോപ്പ CV തന്നെ ഉണ്ടാക്കാൻ നോക്കുക. എങ്ങനെയാണ് ഒരു യൂറോപ്പ CV ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അതും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഫ്രീ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒരു യൂറോപ്പ CV അതുപോലെ തന്നെ ഒരു യൂറോപ്പാസ് കവർ ലെറ്ററും നിങ്ങൾ ഉണ്ടാക്കുക. ദെൻ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഐ ആം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ നൗ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പ്രൈവസി പോളിസി ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. ദെൻ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, പ്രോസസ്സിംഗ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പ്രോസസ്സ്. താങ്ക്സ് ഫോർ അപ്ലൈങ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തു, നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. നമ്മളിതിൽ നമുക്കൊന്ന് വായിച്ചു നോക്കുക. താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ, വി ഹാവ് സക്സസ്ഫുള്ളി റിസീവ് ഇറ്റ് ആൻഡ് അവർ ടീം വിൽ ബി റിവ്യൂവിംഗ് യുവർ ഡീറ്റെയിൽ ഷോർട്ട്ലി. ഇഫ് യുവർ ആപ്ലിക്കേഷൻ മീറ്റ് ദ ജോബ് റിക്വയർമെൻറ്റ്സ് വി വിൽ കോൺടാക്ട് യു വിയ ഇമെയിൽ ഓർ ഫോൺ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. ഓക്കെ, നമ്മളുടെ ആപ്ലിക്കേഷൻസ് അവർക്ക് സെൻഡ് ആയിട്ടുണ്ട്. സോ ഇവരുടെ ടീം അത് റിവ്യൂ ചെയ്യും. ഓക്കെ, സോ നമ്മളുടെ ആപ്ലിക്കേഷൻ ആ ഒരു ജോബ് റിക്വയർമെൻറ്റ്സിന് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോൺ വഴി നമ്മളെ അവിടുത്തെ എംപ്ലോയർ കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫിൻലാൻഡിക്ക് സമ്മറിൽ 2025 സ്ട്രോബെറി പിക്കിംഗ് ജോബ്സ് ഒക്കെ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങളിങ്ങനെ ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മളെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി അണ്ടർ റിവ്യൂ, അതുപോലെ തന്നെ ഒരു ഡിസിഷൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ഇമെയിലും അതുപോലെ തന്നെ നമ്മളുടെ ഫോണും എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതിലേക്ക് നമുക്ക് റിപ്പോർട്ട് വരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഫിൻലാൻഡിലേക്ക് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒന്ന് മാത്രം അപ്ലൈ ചെയ്യേണ്ട, അതിൽ വേറെയും ജോബുകൾ ഉണ്ടാവും, അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ ഫിൻലാൻഡിക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. അത് നല്ലൊരു അവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുത്തിട്ടൊക്കെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യ and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.